നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PA മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ PA മാധവൻ തൃശൂർ ജില്ല കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. മണലൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം നിയമസഭാംഗമായി സേവനമനുഷ്ഠിച്ചു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ DCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. മാസങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വാഹനാപകടത്തിലാണ് PA മാധവന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. മാസങ്ങളോളം നീണ്ട വിദഗ്ധ ചികിത്സയിലായിരുന്നെങ്കിലും ഒടുവിൽ ആശുപത്രിയിൽ മരണം സംഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട PG രഞ്ജിമോനും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജോയ് കാവേലിനും സ്വീകരണമൊരുക്കി KVVS കള്ളൂർ ഈസ്റ്റ് യൂണിറ്റ്. യോഗം ജില്ലാ സെക്രട്ടറി PG രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ അധ്യക്ഷനായി. ട്രഷറർ KR ഷിനിൽകുമാർ, മണ്ണമ്പേട്ട യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ K ശേഖരൻ, കള്ളൂർ ഈസ്റ്റ് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ജോയ് കാവിൽ, യൂണിറ്റ് രക്ഷാധികാരി അന്തോണി നമ്പിയാടൻ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സാജു തടത്തിൽ എന്നിവർ പ്രസംഗിച്ചു. രാജ്യത്ത് വാണിജ്യാവശ്യങ്ങൾക്കുള്ള 19 കിലോഗ്രാം LPG സിലിണ്ടർ വില കുറഞ്ഞു. 180 രൂപ കുറഞ്ഞത് 2951 രൂപയായി. എന്നാൽ ഗാർഹികാവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ഈ വർഷം ആദ്യമായാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 1000-ഓളം രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ട് എന്നതിനാൽ ഹോട്ടൽ മേഖലയ്ക്ക് ഇന്നത്തെ വിലക്കുറവിലൂടെ നേരിയ ആശ്വാസം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചു. മാനേജർ CG രാജൻ അധ്യക്ഷത വഹിച്ചു. മാക്സ് കെയർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രേംകുമാർ വിശ്വനാഥ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ PS ഉഷ, ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, ക്ഷേമസമിതി പ്രസിഡന്റ് KR രാഗേഷ്, വൈസ് പ്രിൻസിപ്പൽ അനു VR എന്നിവർ പങ്കെടുത്തു. കുട്ടികൾ തയ്യാറാക്കിയ വിവിധ കരകൗശല വസ്തുക്കൾ, വർക്കിംഗ് മോഡലുകൾ, പ്രോജക്റ്റുകൾ എന്നിവയുടെ പ്രദർശനവും മികച്ച പ്രോജക്റ്റുകൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിൽ 3 പ്രതികളെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പ്രതികളെയും ഇവർക്ക് കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ പൂത്തുരുത്തി സ്വദേശിയായ ചിരിയങ്കണ്ടത്തെ വീട്ടിൽ ബെവിൻ എന്നയാളെയുമാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യ സൂത്രധാരനായ കട്ടിംഗ് നബീൽ എന്നറിയപ്പെടുന്ന മലപ്പുറം അരീക്കോട് മുതുവലൂർ സ്വദേശി ചത്തംകുണ്ടങ്ങൽ വീട്ടിൽ നബീൽ ഉൾപ്പെടെ കേസിൽ ആകെ 7 പേർ അറസ്റ്റിലായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം, ഇരിങ്ങാലക്കുട DYSP M സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന VBGR AMG നിയമം അടിച്ചേൽപ്പിക്കുന്നുവെന്നാരോപിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് NM സജീവൻ അധ്യക്ഷനായി. യൂണിയൻ ഏരിയ സെക്രട്ടറി EK അനൂപ്, PK കൃഷ്ണൻകുട്ടി, സ്വപ്ന സത്യൻ, CV രവി, വിജിത് വർഗീസ്, രാജു തെക്കോടൻ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്.
കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,905 രൂപയും പവന് 1,03,240 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് അശോക റോഡിൽ തെക്കുംപുറം തോമസ് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരിയാണ് ഭാര്യ. വിനോജ്, ബിനു എന്നിവർ മക്കളും ഷിൻസി, ജിസ്ന എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.